സോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടാക്കിൾ ടിപ്സ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്ന പെന്നിൻ്റെ സ്പിൻഫിഷർ 7 സീരീസിൽപ്പെട്ട റീലാട്ടോ. ഇത് ഏകദേശം 1 ഇയർ ബാക്ക് പെൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റീലാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്പിൻഫിഷർ 7 6500 സീരീസ് റീലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റീലിൻ്റെ, അതായത് 6500 സീരീസ് റീലിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിന് ഏകദേശം നമുക്ക് 632 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ ആ വെയിറ്റ് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് മറ്റുള്ള റീലുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 10,000 റീലിൻ്റെ പവർ വരുന്ന, അതായത് നിങ്ങൾക്ക് 10,000 14,000 റീലുകൾ നിങ്ങൾ പിടിക്കുന്ന മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മീനാണിത്. അത് പ്യുവർ ഓഫ് ഷോർ ഫിഷിംഗ് അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ ഗെയിമിന് വേണ്ടിയുള്ള റീലാണിത്. നമുക്കിതിൽ ഏകദേശം അടുത്തൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ സ്പൂൾ കപ്പാസിറ്റി. നമുക്കൊരു PE3 ഏകദേശം 400 മീറ്റർ, അതുപോലെ PE4 ഏകദേശം 300 മീറ്റർ പ്ലസ് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്റ്റിൻഗ്രേ ഫിഷിങ്ങിന് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഐഡിയൽ ആയിട്ടുള്ള, കാരണം ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വരുമ്പോൾ 13,700 റുപ്പീസ് നമുക്കിതിന് പ്രൈസ് പോയിന്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് സ്റ്റിൻഗ്രേ ഫിഷിങ്ങിന്, അതുപോലെ തന്നെ ഹെവി ഗ്രൂപ്പർ ഫിഷിങ്ങിന്, ട്രോളിങ്ങിന് വേണ്ടി, പോപ്പിങ്ങിന്, അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഉപയോഗിക്കാൻ പറ്റിയ റീലാണിത്. നമുക്കിത് 13.5 ആണ് ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി വരുന്നത്. പിന്നീട് ഈ റീലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ IPX5 സീലിംഗ് ആണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് IPX5 സീലിങ്ങോട് കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അതായത് പക്ക സാൾട്ട് വാട്ടർ യൂസേജിന് വേണ്ടി നിങ്ങൾ സാൾട്ട് വാട്ടറിൽ എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കയറുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അഥവാ ഇൻ കേസ് ഇനിയിപ്പോൾ സാൾട്ട് വാട്ടറിൽ നിങ്ങൾ ഡിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും പിന്നീട് നിങ്ങൾ പ്രോപ്പർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള റീലാണ്. ഫുൾ മെറ്റൽ ബോഡിയിൽ വന്നിട്ടുള്ള ഒരു റീലും കൂടിയാണ്. പിന്നീട് അതുമാത്രമല്ല, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പെന്നിൻ്റെ CNS എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റേർണൽ, എസ്പെഷ്യലി പിനിയൻ ഗിയറും മെയിൻ ഗിയറും ഉപയോഗിച്ചിട്ടുള്ളത് വളരെ CNC പിനിയൻ ഗിയറും മെയിൻ ഗിയറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹെവി സ്ട്രോങ് ആയിട്ടുള്ള വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് പിന്നീട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള HT100 എന്ന് പറഞ്ഞിട്ടുള്ള കാർബൺ ഡ്രാഗ് വാഷേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഡ്രാഗ് സെറ്റ് ചെയ്യാനും മീനെ ഫൈറ്റ് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, നമ്മുടെ ഇതിൻ്റെ ബെയറിംഗ് നോക്കുമ്പോൾ നമുക്ക് 6 സീൽഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെയറിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ള, കാരണം 13,700 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിന് നമുക്കൊരു വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സാൾട്ട് വാട്ടർ ഫിഷിംഗ് റീൽ, ഇൻഷോർ ആൻഡ് ഓഫ് ഷോർ ഫിഷിംഗ് റീൽ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്റ്റായിട്ടുള്ള റീലും കൂടിയാണ് നമ്മുടെ പെന്നിൻ്റെ സ്പിൻഫിഷർ 7 സീരീസിൽപ്പെട്ട റീല്. നമുക്കിതിന് ഗിയർ റേഷ്യോ വരുന്നത് 5.6:1 ആണ് ഗിയർ റേഷ്യോ വരുന്നത്. ഫുൾ മെറ്റൽ ബോഡിയിൽ വരുന്ന പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ടാക്കിൾ ടിപ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റും. സൂപ്പർ റീല്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂറബിൾ, വൺ ടൈം പർച്ചേസ് എന്നൊക്കെ പറയാം. പെന്നിൻ്റെ റീലുകൾ, പ്രത്യേകിച്ചും ഇതേപോലെയുള്ള ഹെവി ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റീലുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ടൈം പർച്ചേസ് ആണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്കിൾ ടിപ്സ്.